सर्वेषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ വിജി ബാബു, അദ്ദേഹമാണ് ഞാൻ ആദ്യമായി സിനിമയിൽ പാടിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പാടുമോ എന്ന് സംശയമാണ്. അപ്പോൾ സിന്ധു ശ്രീ ഗണനാഥ സിന്ധൂര കരുണാസാഗര കരിവദനാദേവ ശ്രീ ഗണനാഥ സിന്ധൂര കരുണാസാഗര
നീ ചന്ദ്രകലാധര നന്ദനനേ ചന്ദ്രകലാധര നന്ദനനേ പരിപാലിക്കുക ചാരുമൂർത്തി ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ കരുണാസാഗര കരിവരനാ ദേവ കരിവരനാ ദേവ കരിവരനാ അവാർഡ് കിട്ടുന്നുണ്ട്. ഇതേപോലെ നിങ്ങളെ പോലെ വന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് ഇതേപോലെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ സെയിം വേദിയിൽ തന്നെ വന്നിരുന്ന് ഇതേപോലെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ ഒരു അവസരത്തിൽ ഭഗവാനോടും അതേപോലെ തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പം അതിന് മുന്നേ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും എന്നെ പരിചയം ഉണ്ടാവും. പടതലക്കാരിയാണ്, പക്ഷെ താമസിക്കുന്നത് എടക്കയിലാണെന്നുള്ളൂ. ശ്രീ രാജേന്ദ്രൻ്റെയും രമണിയുടെയും മകളാണ്. രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ചിലപ്പം കിട്ടില്ല, ലാലച്ചേട്ടൻ്റെ മകളാണ്. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ ഡിഗ്രിയും അത് കഴിഞ്ഞ് PG പഠിച്ചത് ഞാൻ തേവര സേക്രഡ് ഹാർട്ട് കോളേജിലാണ്. അപ്പോൾ കോളേജിൽ വെച്ചിട്ടാണ് ഒരു PhD എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ചെറുപ്പം മുതലേ ടീച്ചറാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് എന്ത് പഠിക്കണം, എത്ര നാൾ പഠിക്കണം എന്നുള്ളൊരു അറിവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ടീച്ചറാവണം അത്രയേ ഉള്ളൂ. ചിലപ്പം ടീച്ചർമാരൊക്കെ സാരി എടുത്ത് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പരീക്ഷ ഇടുക, ചീത്ത പറയുക, ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ടാവണം ടീച്ചർ എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ടീച്ചറാവണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കുറച്ചും കൂടി ഒന്ന് ഉയർന്ന് സ്വപ്നം കാണും, ടീച്ചർ ഓക്കെ, പക്ഷെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാവും, നീ പ്രൊഫസർ ആവണം എന്നുള്ള രീതിയിലാണ് അച്ഛൻ അന്ന് പറഞ്ഞത്. അപ്പോൾ പ്രൊഫസർ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്ക്, എനിക്കറിയില്ല എന്താണ് പ്രൊഫസർ എന്നുള്ളത്. അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറും കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കോളേജിൽ ഞാൻ ആഗ്രഹിച്ച കോഴ്സ് എനിക്ക് കിട്ടി, അത് പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പറഞ്ഞ പോലെ ഒരു കോളേജിലെ അധ്യാപകൻ എന്താണ് ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ മുമ്പിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ടാഗ് എങ്ങനെയാണ് കിട്ടുക? സാധാരണ നമ്മൾ MBBS കഴിഞ്ഞ് ചികിത്സിക്കുന്ന ഡോക്ടർ അവർക്കാണല്ലോ നമ്മൾ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുക്കുക. അപ്പം അതല്ലാതെ നമുക്ക് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടർ എന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരു അവസരമുണ്ട്. അപ്പോൾ അതെന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും എൻ്റെ കലാലയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ SH-ലുണ്ടായിരുന്ന എൻ്റെ ടീച്ചേഴ്സും അവരുടെ ഒത്തിരി സഹായമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ അവരെയും കൂടി ഓർക്കുകയാണ്. അവരുടെ ഒരു മെന്ററിങ്ങും അവരുടെ ഓരോരോ സമയാസമയങ്ങളിലുള്ള ഉപദേശങ്ങളും ഇതെല്ലാം കൊണ്ടിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. അപ്പോൾ കോളേജിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ നാഷണൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നീറ്റൊക്കെ നടക്കുന്ന പോലെ CSIR-ൻ്റെ നെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് നല്ല ഉയർന്ന റാങ്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് PhD ചെയ്യാനായിട്ടുള്ള ഫെലോഷിപ്പ് പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അതായിരുന്നു അപ്പോൾ എൻ്റെ ലക്ഷ്യം. MSc കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തെ ബ്രേക്ക് എടുത്ത് ആ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. ആ പരീക്ഷ എഴുതി 2019 ഡിസംബറിലായിരുന്നു ആ പരീക്ഷയാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ ആ പരീക്ഷ എഴുതി. ആ പരീക്ഷയാണ് എന്നെ ഒരു നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ 1/2 മാർക്കല്ലേ കൂടുതലായിട്ട് 1 മാർക്കല്ലേ പോയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു 0.1 മാർക്കിന് നല്ല വിലയുണ്ടെന്ന് മനസ്സിലാക്കി തന്നൊരു പരീക്ഷയായിരുന്നു എൻ്റെ 2019 നെറ്റ് എക്സാം. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റ് ക്വാളിഫൈഡ് ആയി, അത്യാവശ്യം നല്ല റാങ്കോടുകൂടി തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആയി. പക്ഷേ JRF ഈ പറഞ്ഞ പോലെ PhD ചെയ്യാനായിട്ടുള്ള ഫെലോഷിപ്പ് കിട്ടാനുള്ള റാങ്കിന് വേണ്ട ഒരു മാർക്കിന് വെറും 0.1 മാർക്കിനാണ് എനിക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നത്, ഒരു ഫെലോഷിപ്പ് ആ കൊല്ലം നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായത്. എന്തത് നമ്മളിപ്പം ഒരു 10 മാർക്ക് 15 മാർക്കിൻ്റെ വ്യത്യാസത്തിലേക്കാണ് പോയെങ്കിൽ ഞാൻ പഠിച്ചിട്ട്
പഠിക്കായിരുന്നു. പക്ഷേ ഒരു 0.1 മാർക്കിന് പോയപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി സങ്കടമായി. പിന്നെ അന്ന് ടീച്ചേഴ്സ് എല്ലാവരും പോട്ടെ കുഴപ്പമില്ല, അടുത്ത തവണ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനത്തിൽ ഇരുന്ന സമയത്താണ് നമ്മുടെ ലോകം മൊത്തം പിടിച്ചടക്കാൻ നമ്മുടെ കൊറോണ വന്നത്. അപ്പോൾ പിന്നെ കൊറോണ വന്നപ്പോഴത്തേക്കും 6 മാസം കൂടുമ്പോഴാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഒരു കൊല്ലത്തേക്ക് ഈ ഒരു പരീക്ഷ ക്യാൻസൽ ചെയ്തുകൊണ്ടൊരു വിവരം അറിയുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി. ഇനി അടുത്ത തവണ ട്രൈ ചെയ്യാനില്ലല്ലോ, അപ്പോഴത്തേക്ക് എൻ്റെ വർഷം പോവല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എന്തായാലും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്താ ഏതെങ്കിലും കോളേജിൽ കയറാം, തൽക്കാലം കയറാം, പിന്നെ ഒന്ന് സിറ്റുവേഷനൊക്കെ ശാന്തമാകുമ്പോൾ പതിയെ PhDക്ക് പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നമ്മുടെ എറണാകുളത്തെ പല കോളേജുകളിലും ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ അന്ന് ഒരു കാര്യം മനസ്സിലായതാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ് എന്ന് പറയുന്നത് ഒരു മിനിമം യോഗ്യതയാണ്. അത് നമുക്കൊരു ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പോയ ഇൻ്റർവ്യൂസിനൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂവിനെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് PhD എന്ന് പറഞ്ഞ സംഗതിക്ക് കുറച്ചധികം വിലയുണ്ട് എന്ന് മനസ്സിലായത്. കാരണം വരുന്നവരിൽ PhDക്കാരുണ്ടാവും, അവർക്കായിരിക്കും ഒരു പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ ഇതേപോലെ ഒരു 3-4 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സ് പതിയെ മടുത്തു. ഓക്കെ, ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, ഇനി നടപടിയാവില്ല എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ CSIR എന്ന് പറഞ്ഞത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ലെവൽ ടെസ്റ്റാണ്. അതേപോലൊരു ടെസ്റ്റ് നമ്മുടെ കേരളത്തിലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ബോഡിയാണ് നമ്മുടെ കേരളത്തിൽ ആ പരീക്ഷ നടത്തുന്നത്. അപ്പം ഞാൻ 19 ആ പരീക്ഷയുടെ കൂടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്സാം ഞാൻ എഴുതിയിരുന്നു. പക്ഷേ കൊറോണയൊക്കെ വന്നപ്പോൾ അവർ റിസൾട്ട് കുറച്ചും കൂടി വിൽക്കൽ ഇങ്ങനെ നീട്ടി പോയിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ എൻ്റെ തൊട്ട് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഈ കൊല്ലത്തെ എറണാകുളത്തെ ഇൻ്റർവ്യൂസൊക്കെ കഴിയും. ആ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ തലേന്ന് ഇതേപോലെ സ്റ്റേറ്റ് കേസ്റ്റിക്കിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ റാങ്ക് ഉണ്ട്, JRF കിട്ടി. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ എത്രയും വേഗം പോയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഗൈഡിനെ കണ്ടുപിടിച്ചു. അത് ഗൈഡിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. ഒരു നമ്മൾക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിൽ ഓൾറെഡി ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വേണം നമ്മുടെ ഗൈഡ് ആവാൻ, സൂപ്പർവൈസർ ആവാൻ. അദ്ദേഹത്തിന് വേക്കൻസി വേണം. ഒരാൾക്ക് 4 പേരെ എടുക്കാൻ പറ്റുള്ളൂ സ്റ്റുഡൻസായിട്ട്. അപ്പോൾ ഇതുപോലെ വേക്കൻസി വേണം, നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചെയ്യുന്ന ആൾക്കാരും വേണം. അപ്പോൾ കുറച്ച് വലഞ്ഞു ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ അവസാനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ ചെന്നപ്പെട്ടു. ഒരു ഗൈഡിനെ കിട്ടി. ഡോക്ടർ സുധികുമാർ എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാറിൻ്റെ ലാബിൽ PhD ചെയ്യാനായിട്ട് ഒരവസരം കിട്ടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എൻ്റെ PhD ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 വർഷത്തിൽ എൻ്റെ വർക്ക് തീർന്നു. ബാക്കി എല്ലാം വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ട് ഒരു 5 വർഷം. അപ്പോൾ മൊത്തം ഒരു 5 വർഷത്തിൽ കൊണ്ട് ഞാൻ എൻ്റെ PhD തീർത്തു. അപ്പോൾ PhD ജേർണി അല്ലെങ്കിൽ PhD ചെയ്തത് പറയുമ്പോൾ ഇത്ര എളുപ്പമാണെങ്കിലും അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല പണിയുണ്ട്. നല്ല എന്താ പറയുക, എൻ്റെ ഈ ഒരു 5 കൊല്ലം ഇത്രയും നാളത്തെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക, ഞാൻ വളരെയധികം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു പീരീഡായിരുന്നു ഈ ഒരു 5 കൊല്ലം. ഒത്തിരി സന്തോഷമുള്ള ഓർമ്മകളുണ്ട്, ഇല്ല എന്നല്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ, ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത വിഷയയുടെ നേരത്തെ മുറിയങ്ങൾ പറഞ്ഞ പോലെ മോളിക്കുലാർ ടാക്സോണമി ആൻഡ് ഫൈലോജനി ഓഫ് ഓവർ വീവിങ് സ്പൈഡേഴ്സ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിലന്തികളില്ലേ, ഈ വട്ടത്തിൽ വലകെട്ടുന്ന ചിലന്തികൾ, ആ ചിലന്തികളിലാണ് ഞാൻ ഗവേഷണം ചെയ്തത്. അവരുടെ പരിണാമം എങ്ങനെയാണ്, അവരെത്ര നാൾ മുന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായത്, അതാണ് ഞാൻ എൻ്റെ ഗവേഷണ വിഷയം. അപ്പോൾ എനിക്ക് ആ ചിലന്തികളെ പിടിക്കാനായിട്ട് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി നടക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഫുൾ കേരളമായിരുന്നു എൻ്റെ ഫുൾ ഫീൽഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫീൽഡിന് പോവാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ കാടുകളായിരുന്നു, എല്ലാ സ്ഥലമല്ല, മെയിനായിട്ട് ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ പല നാഷണൽ പാർക്സും സാങ്ച്വറീസും അതേപോലെ കാടുകളായിരുന്നു എൻ്റെ ഫീൽഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫീൽഡുകൾ പോവാം, നമ്മൾ പൈസ മുടക്കി അവിടെ ചെന്ന് ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസം കാടിൻ്റെ ഉള്ളിൽ തന്നെ ചിലന്തികളെ പിടിക്കുക. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും കുറച്ച് ശ്രമകരമായ ജോലിയാണ്. മറ്റേ പരിമിതമായ ഫുഡ്, കുളിയൊന്നും ഉണ്ടാവില്ല, തിരിച്ച് ഹോസ്റ്റലിൽ വീട്ടിൽ വന്നിട്ടായിരിക്കും കുളിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ,
എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് മറ്റേ ഇവിടെ എങ്ങും വീഴാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പൈസ മുടക്കി കാസർഗോഡ് ട്രെയിൻ പിടിച്ചു പോയിട്ട് അവിടെ വീണ ഒരു വ്യക്തിയാണ് ഞാൻ. അവസാനം കാല് സ്പ്രേനായി ബാൻഡേജ് ഇട്ടിട്ടാണ് ഞാൻ വന്നത്. അതേപോലെ ഒട്ടുമിക്ക ഫീൽഡിലും എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് സംഭവിക്കാറുണ്ട്. മഴക്കാലത്തും എല്ലാം നമ്മൾ പോകുമ്പം തെന്നിയടിച്ച് വീഴാതൊക്കെ സ്ഥിരമുള്ള ഒരു സംഗതിയാണ്. ഞാൻ പലപ്പോഴും ഫീൽഡ് കഴിഞ്ഞാൽ നേരിട്ട് വീട്ടിലേക്ക് ചെല്ലാറില്ല. കാരണം അവരുടെ കോലം എന്നോട് അടുത്ത് ഫീൽഡിൽ പോകണ്ടെന്ന് പറയും. അതുകൊണ്ട് മാക്സിമം ഞാൻ നേരത്തെ എന്താ പറയുക, ഫീൽഡ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിൽ പോയി ഒന്നും കുറുക്കൊക്കെ ഉണങ്ങി കഴിയുമ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക. അപ്പോൾ അതേപോലെ ഫീൽഡ് പോവുക എന്നുള്ളത് ഒരു വളരെ ഒരു കഷ്ടപ്പാടുള്ളൊരു പ്രോസസ്സായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഈ പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സായിട്ട് പോവുക. അവർ 3-4 ദിവസം മറ്റേ ഫോണില്ല, റേഞ്ച് ഇല്ല. അപ്പോൾ കാട്ടിൽ നമ്മൾ കാടും നമ്മളും മാത്രം, ആ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസമായിരുന്നു, അതേപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പേരിൻ്റെ മുമ്പിലുള്ള ഡോക്ടർ എന്ന് പറഞ്ഞ ആ ഒരു ടാഗ്. അപ്പോൾ അതിൽ എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒത്തിരി ആൾക്കാർ